നമസ്കാരം. എന്തുകൊണ്ട് ഒരു മാജിക് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് മോദി മാജിക് സൃഷ്ടിക്കപ്പെടുന്നു എന്നൊക്കെ പലപ്പോഴും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുമ്പോൾ മറ്റൊന്നും ആലോചിക്കുവാനുള്ള, ആരായിരിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കയൊന്നും ഉണ്ടാകേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നുമില്ല. കാരണം ഒരു 370 സീറ്റോളം നേടിയെടുത്ത് BJP തന്നെ അധികാരത്തിലെത്തുകയും വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി തിരിച്ചെത്തുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ അപ്പോഴും ചിലരുടെ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കഥ പറയേണ്ടി വരും. സുധീഷ് പറഞ്ഞതുപോലെ നെപ്പോളിയൻ്റെ കാലത്ത് ഓസ്ട്രിയ വളരെ വലിയൊരു സാമ്രാജ്യമായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നിട്ടും നെപ്പോളിയൻ ഓസ്ട്രിയൻ സൈന്യവുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 1,00,000-ൽ പരം വരുന്ന ഓസ്ട്രിയയുടെ സൈനിക വ്യൂഹം കണ്ടിട്ടും ചാരന്മാരിൽ നിന്നുള്ള രഹസ്യമായിട്ടുള്ള വിവരം, ആ വിവരവും കിട്ടിയ നെപ്പോളിയൻ്റെ സൈന്യാധിപൻ യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യം പരാജയപ്പെടുമെന്നും അതുകൊണ്ട് നമുക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറാമെന്നും അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. മറ്റ് സഹപ്രവർത്തകരും യുദ്ധതന്ത്രം മെനയുന്ന ചർച്ചകളിൽ നെപ്പോളിയനോട് ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരെത്ര പേരുണ്ട്? ഒടുവിൽ നെപ്പോളിയൻ അവരോട് ചോദിക്കുകയാണ്. ഏകദേശം 2,00,000-ഓളം പേർ വരും എന്നുത്തരം. നമ്മുടെ സംഘബലം എത്ര? നെപ്പോളിയൻ വീണ്ടും ചോദിക്കുകയാണ്. ഒരു 30,000. ഇത്തരത്തിലുള്ളൊരു ഉത്തരം ലഭിച്ചതോടെ നെപ്പോളിയൻ ഉറച്ച ആത്മവിശ്വാസത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ശേഷം എല്ലാവരോടുമായി അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നമ്മുടെ സേന പര്യാപ്തമാണ്. 30,000 ഭടന്മാരും പിന്നെ ഞാനും. നമ്മുടേതിനേക്കാൾ അവർക്ക് എത്ര ഭടന്മാരാണോ കൂടുതലുള്ളത് അതിനു തുല്യമായി ഞാനുണ്ട്. നിസ്സങ്കോചം മുന്നേറും. ഫ്രഞ്ച് സൈന്യം പടവെട്ടി. ഒടുവിൽ ഏകദേശം ഒരു 1.5 ലക്ഷം വരുന്ന ഓസ്ട്രിയൻ സൈന്യത്തെ ഏവരെയും അമ്പരിപ്പിക്കുന്ന തരത്തിൽ നെപ്പോളിയൻ പരാജയപ്പെടുത്തി യുദ്ധം വിജയിച്ചു. 1963-ൽ നടന്ന സംഘശിക്ഷാവർഗിൽ ഗുരുജി ഗോൾവാക്കർ പറഞ്ഞ ഒരു കഥയാണിത്. എന്നിട്ട് അദ്ദേഹം മുന്നിലിരിക്കുന്ന പ്രവർത്തകരോടായി പറഞ്ഞു, ഒരു ചെപ്പടി വിദ്യയും നെപ്പോളിയൻ കാട്ടിയിട്ടില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആത്മവിശ്വാസം ഒന്ന് മാത്രമാണ് അദ്ദേഹത്തെ യുദ്ധം വിജയിപ്പിച്ചത് എന്നുള്ളതാണ്. നെപ്പോളിയൻ്റെ കഥ ആമുഖമായി പറഞ്ഞത് അത് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തിയുള്ളതാണ്, അല്ലെങ്കിൽ പ്രസക്തിയുള്ളത് കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടേതിനേക്കാൾ അവർക്ക് എത്ര ഭടന്മാരാണോ കൂടുതലുള്ളത് അതിനു തുല്യമായി ഞാനുണ്ട്. നിസ്സങ്കോചം മുന്നേറൂ എന്ന് നെപ്പോളിയൻ പറയുമ്പോൾ, അല്ലെങ്കിൽ നെപ്പോളിയൻ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ മോദി പറഞ്ഞതായി ഒന്ന് കണക്കാക്കൂ. BJP മത്സരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും മോദി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് വിശ്വസിക്കുക. നെപ്പോളിയൻ്റെ അതേ തൻ്റെ ഇടവും ആത്മവിശ്വാസത്തോടെയും നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ഒറ്റയാൻ പൊരുതാനിറങ്ങുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തിനാണ് അംഗബലം കൂടുതലുള്ളത്. ഈ യുദ്ധത്തിലെ മുന്നണി പോരാളികൾ തന്നെയാണ് നമ്മളും. അവിടെ സ്വന്തം പക്ഷത്തിൻ്റെ ശക്തി നോക്കി, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരായാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ യുദ്ധം ജയിക്കാനാകുമെന്നുള്ള ഒരൊറ്റ ചോദ്യം മതി. 370 എടുത്തു കളഞ്ഞവർക്ക് 370 സീറ്റ് എന്ന BJPയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഉന്നം വയ്ക്കുന്നത് ദേശീയതയ്ക്ക് വേണ്ടിയും അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊണ്ടവർക്ക് അത്രയും സീറ്റ് നൽകണം എന്നാണ്. അതിന് തീവ്രവാദത്തെ ഏറ്റവും സമർത്ഥമായിട്ട് ചെറുക്കാൻ കഴിഞ്ഞവർക്ക് അത് വീണ്ടും ചെയ്യാൻ കഴിയും. അത് വീണ്ടും ചെയ്യാൻ നിങ്ങളുടെ വോട്ട് വേണം, ആ വോട്ട് ഇനിയും വേണം എന്നുകൂടി അവർ അർത്ഥമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ നഷ്ടം നമുക്ക് മാത്രമാണ് എന്ന് ഓർക്കുക. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്യേണ്ടി വരുന്നത്? താമര ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും അവർക്ക് നൽകുന്ന വോട്ട് എന്ന് പറയപ്പെടുന്നത് ദേശീയതയ്ക്കാണ് എന്ന ചിന്ത, അത് നാം തിരിച്ചറിയണമെന്നാണ് ഈ കൾച്ചറൽ ഹിന്ദുവായി കേരളത്തിൽ പതിയെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു, അവൻ്റെ ഉള്ളിലെ തന്നെ പൊളിറ്റിക്കൽ ഹിന്ദുവിനെ കൂടി ജാഗ്രതയോടുകൂടി വെക്കേണ്ടതുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കുവാൻ അനേകം യുദ്ധങ്ങൾ അസാധ്യമാം വിധം വിജയിച്ച നെപ്പോളിയൻ പറഞ്ഞത് മാത്രം ഓർത്താൽ മതിയാകും.
അതത്രയേ ഉള്ളൂ. നിങ്ങൾ സ്വയം ചിറക് വിടർത്തുന്നതുവരെ അറിയുന്നില്ല എത്രമാത്രം ദൂരത്തിൽ നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെന്ന്. ആ ഒരൊറ്റ വാചകം നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇവിടെ സുബീഷ് കെ പുതിയാപ്പ എഴുതി വെച്ച ആ കുറിപ്പിനുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഗോൾവാക്കർ പറഞ്ഞ ആ കഥയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ചെറിയ സൈന്യത്തിലല്ല കാര്യം, വലിയ നമ്മുടെ യാത്രയിലാണ്, നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളിലാണ്. ആ പ്രവൃത്തികൾ ചെയ്തു കൂട്ടുവാൻ മോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മോദി ഇതാ കാശ്മീരിൽ 370 എടുത്തു കളഞ്ഞപ്പോൾ ആ 370 എന്ന് പറയപ്പെടുന്ന നമ്പറിലേക്ക് തന്നെ ഇന്ത്യൻ ജനത നൽകാൻ പോകുന്നത് അതേ സീറ്റുകളാണ് എന്നുള്ളതാണ്. ആ സീറ്റ് നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ നാനാ തുറകളിൽ നിന്നും ഈ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനും ഒപ്പം തന്നെ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തിനും ലഭിക്കുന്ന സ്വീകാര്യത, അംഗീകാരം എന്ന് പറയപ്പെടുന്ന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. BJPയുടെ സ്ഥാനാർത്ഥികളായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മത്സരിക്കുന്ന ഓരോ വ്യക്തിയുടെ മുഖത്തും ആ ഓരോ വ്യക്തിയും നരേന്ദ്രമോദിയായി മാറുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അഴിമതിയുടെ കറപുരളാത്ത ഒരു ഭരണ സംവിധാനം, അഴിമതി തൊട്ട് തീണ്ടാത്ത ഒരു ഭരണ സംവിധാനം, പറയുന്നതെന്തും നടപ്പിലാക്കി കൊടുക്കുവാൻ കെൽപ്പുള്ള ഒരു ഭരണാധിപൻ. ഇനി എന്തു വേണം ഈ ഇന്ത്യക്ക്, ഇനി എങ്ങനെ വേണം ഇന്ത്യയെ നയിക്കണമെന്ന് ഈ പ്രധാനമന്ത്രിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ വോട്ട് എന്ന് പറയപ്പെടുന്നത് അവരിലേക്ക് തന്നെ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം ഇവിടെ വിജയിക്കേണ്ടത് നരേന്ദ്രമോദി മാത്രമല്ല, ഇന്ത്യയുടെ അഖണ്ഡത കൂടിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്.